അപ്പോൾ എനിക്ക് ഒരു നല്ലൊരു ഷുവറിറ്റി ഉണ്ട്, ആളെ നമുക്ക് കുറച്ച് നാൾ കഴിയുമ്പോൾ ഒരു സിവിൽ സർവൻ്റ് ആയിട്ട് കാണാൻ പറ്റുന്നത്. എനിക്ക് ഈ പുസ്തകം പത്തനംതിട്ട ജില്ലാ കളക്ടറാണ്. ഒരു ദിവസം ഞാൻ ഭാവിയിൽ കളക്ടറായിട്ട് മാറി. ബീഹാറിൽ നിന്നും കേരളത്തിലെത്തി +2 ഉന്നത വിജയം നേടിയ ആഷിഖാണ് നമ്മുടെ കൂടെ വയ്ക്കുന്നത്. ഇപ്പോൾ വലിയൊരു സന്തോഷമുണ്ട്. കാര്യം പത്തനംതിട്ട ജില്ലാ കളക്ടർ ആഷിഖിനെ ഒന്ന് കാണാൻ പോവുകയാണ്. ആഷിഖിന്റെ വീട്ടിലാരൊക്കെ ഉണ്ട്? അമ്മയും അച്ഛനും അനിയനും അമ്മയും. അമ്മൂമ്മ അല്ല അമ്മ. ഓക്കെ. അപ്പം ഇപ്പം +2 പാസ്സായി അല്ലേ? എവിടെ പഠിച്ചത്? ഞാൻ ബോയ്സ് അതിലാണ് പഠിച്ചത്. കാറിന്റെ പോലെ അതെ, അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ഇത് കണ്ടപ്പോഴാണ് ഞാൻ വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത് കണ്ടുകൊണ്ടാണ് ഇന്ന് ന്യൂസ് കണ്ടപ്പോൾ എനിക്ക് തോന്നി വന്ന് കാണണമെന്ന് തോന്നി. ഞാൻ ഇതിൽ സ്ഥിരമായിട്ട് പോകുന്നതാണെന്ന് പറഞ്ഞു. പിന്നെ ഇവിടെ ഇറങ്ങാം ഇടയ്ക്കിടയ്ക്ക്. ആഗ്രഹം ഉണ്ടായിരുന്നു കാണാൻ. ശരി. ഇനി ഏത് കോഴ്സ് എടുക്കാനാ പോകുന്നത്? ഞാൻ ഡ്യൂട്ടി ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഒരു ഡിഗ്രി എടുത്തിട്ട് സിവിൽ സർവീസിന് പ്രിപ്പറേഷൻ. എവിടെ പ്രിപ്പയർ ചെയ്യാൻ തീരുമാനിച്ചു? എവിടെയെങ്കിലും ഡൽഹി പോയിട്ട് പഠിക്കുകയാണ്. ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ചൂസ് ചെയ്തോ? വാജിറാം ദൃഷ്ടി ALS ഒക്കെ ഉണ്ടല്ലോ. ഞാൻ ഡൽഹിയിലാണ് പഠിച്ചത്. അവിടെ പിന്നെ യൂട്യൂബിലെ കുറെ വീഡിയോ ഒക്കെ കാണും. ഇപ്പൊ തന്നെ ന്യൂസ് പേപ്പറൊക്കെ അനലിസ്റ്റ് ഇപ്പൊ ചെയ്യുന്നുണ്ട്. സിലബസ് ഒക്കെ കുറച്ച് നോക്കാം. സിലബസ് നന്നായിട്ട് പഠിക്കണം കേട്ടോ. ന്യൂസ് പേപ്പർ ഏതാ വായിക്കുന്നത്? ന്യൂസ് പേപ്പർ ഹിന്ദു. ഹിന്ദു പിന്നെ ഇന്ത്യൻ എക്സ്പ്രസ് വായിക്കും. ഇംഗ്ലീഷ് ഫ്ലുവൻസി ഒക്കെ ആയോ എന്ന് പറഞ്ഞാൽ? കുറച്ചായിട്ടുണ്ട്. എനിക്ക് മലയാളം ഫ്ലുവൻസി ആയിട്ടുണ്ട് എന്തായാലും. ശരി. ഏത് ഡിഗ്രിക്ക് എന്തെടുക്കാനാ പോകുന്നത്? പൊളിറ്റിക്കൽ സയൻസ്. എവിടാ ചെയ്യുന്നത്? ഡൽഹി തന്നെയാണ്. ഏത് യൂണിവേഴ്സിറ്റിയിലാ? +2 എത്ര മാർക്കുണ്ട് ഇപ്പം? ഉണ്ട് അല്ലേ എന്ന് പറഞ്ഞാൽ. ഓക്കെ. അച്ഛൻ എന്താ ജോലി? എന്താ കുറച്ച് പരീക്ഷയുടെ ദിവസം ആക്സിഡന്റ് പറ്റിയപ്പോ ഞാൻ ഇവിടെ വന്ന് ഇരുന്നിട്ട് പഠിച്ചു. എന്നിട്ടാണ് പരീക്ഷ എഴുതാൻ പോയത് അല്ലേ? ഓക്കെ. ശരി. എന്തായാലും ഓൾ ദ വെരി ബെസ്റ്റ് കേട്ടോ എന്ന് പറയാം. നല്ല രീതിയിൽ നിനക്ക് എന്തെങ്കിലും ആവശ്യമുണ്ട്, ഗൈഡൻസ് ഉണ്ടെങ്കിൽ നിന്നെ കാണാൻ വന്നാൽ മതി കേട്ടോ. എന്തെങ്കിലും സംശയമുണ്ട് പോകുന്നതിന് മുന്നേ. പിന്നെ ഡൽഹിയിലെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡൽഹിയിലെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രദ്ധിച്ചോണം. കാര്യം പൈസ ഒരുപാട് ചിലവാകും. പിന്നെ അവിടെ ഈ പറഞ്ഞ പോലെ നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചില്ല അവർ പറ്റിക്കുകയും ചെയ്യും. അപ്പം അതൊന്ന് നോക്കിക്കോണം. അച്ഛൻ പറഞ്ഞിട്ടുണ്ട് കുഴപ്പമില്ല മോനെ, നീ പഠിച്ചോ, ഞാൻ എങ്ങനെയെങ്കിലും പൈസ അറേഞ്ച് ചെയ്യും. അത് ശരി. വെരി ഗുഡ്. ക്ലാസ് ടീച്ചർ ഉണ്ട്. ശരി. അതെ നന്നായിട്ടുണ്ട് എന്ന് പറഞ്ഞു. നല്ല മിടുക്കനായിട്ട് പഠിച്ചിട്ടുണ്ട്. ഇത്രയും ബുദ്ധിമുട്ടുകൾക്കിടയിൽ പഠിക്കുന്നു എന്നുള്ളത് വലിയ